ലാ യദ്ഖുലൂനൽ ജന്നതി അബദ, ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കാത്ത 3 ഭർത്താക്കന്മാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാലത്തും അള്ളാന്റെ സ്വർഗത്തിൽ കിടക്കാത്ത 3 ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ കള്ളുകുടിയനല്ലെന്ന്, പലിശ തിന്നുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ 3 ഭർത്താക്കന്മാരെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദ, ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കാത്ത 3 ഭർത്താക്കന്മാർ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ നിന്റെ പേരുണ്ടോന്ന് അറിയണോ? നീ ഉണ്ടോന്ന് അറിയണോ? താല്പര്യമുള്ളവരെന്ന് കൈവക്കിക്കേ. എന്തേ വാപ്പാ ഇപ്പൊ തന്നെ ഉറപ്പിച്ചോ? നീ വെക്കണില്ല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് ഭർത്താവ്? റക്കപ്പറ. നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ പറയും പെൺകോന്തൻ. ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ലൈവ് ഉണ്ടോടാ വാഴത്? ഇവിടെ നാട്ടിൽ പെണ്ണടിമ. പെണ്ണും പിള്ള പറഞ്ഞ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. യന്ത്രവാ, ചലിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താവ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ചില ഭർത്താക്കന്മാരെ കണ്ടാ വിചാരിക്കും ഇവനെ കെട്ടിയത് അവളാണെന്ന വിചാരം. പെണ്ണ് കെട്ടിയത് ആരാ? ഭർത്താവിനെ ഞാൻ കെട്ടി. അങ്ങനെ ചില പെണ്ണുങ്ങൾ. അള്ളാഹു ആലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ ചെറുപ്പക്കാരാ, ഉസ്താദെ ഞാൻ പറഞ്ഞ അവള് കേൾക്കൂല്ല ഉസ്താദെ. നാണമില്ലേ വാപ്പ നിനക്കിത് പറയാൻ? നാണമില്ലേ? നീ കെട്ടിയ നീ ചെലവിന് കൊടുക്കണം. നിന്റെ പെണ്ണും പിള്ളയെ നിരക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കണേ? അല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. തല്ലണോന്നല്ല ഞാൻ പറഞ്ഞത്. വയല് കഴിഞ്ഞിട്ട് പള്ളി വന്നാ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടേ പോകും. അസറിന് വന്നതാ. അസറിന് വന്നാ പിന്നെ പടച്ചവന് അസർ മുതൽ മഗ്രിബ് വരെ പള്ളിയിൽ സലാത്തും പറഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി ഹദ്ദാദ് ഓതി ഇശായി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ കാലിന്റെ മോളിൽ കാലും കെറ്റിയിട്ട് ടിവിയുടെ ഫ്രണ്ടിലിരിക്കുക ആമിന. രാജാവ് റാണി ഇരിക്കണ പോലെ. ഈ മനുഷ്യൻ കേറി ഇങ്ങനെ മിണ്ടാതല്ലാ പോയി അങ്ങ് മിണ്ടാ പോവാ. അള്ളാഹു വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എടുത്തിട്ട് ഒറ്റ ഏറി TV അസ്സലാമു അലൈക്കും കഴിഞ്ഞു. ഭാര്യയോട് പറയണം ഇത് കാണരുത്, ഇത് കാണരുത്. കാണരുതെന്ന് പറഞ്ഞാൽ കാണരുത്, അത്ര തന്നെ. എടുത്ത് കളയണം എന്ന് നീ ഉസ്താദിൻ്റെ അടുക്ക പോയിട്ട് പറയല്ലോ, ഉസ്താദെ വീട്ടിൽ സമാധാനമല്ലോ ഉസ്താദെ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം? കന്നിയുടെ മൂലയ്ക്കല്ല കുഴപ്പം, പറയണില്ല. കന്നിമൂല നിന്റെ വീട്ടിനകത്ത് ഒരു കാലത്തും ബർക്കത്ത് എങ്ങനെ ഉണ്ടാകാനാ? ആ ശൈത്താൻ പെട്ടി എടുത്ത് കള, ബർക്കത്തുണ്ടാകും നിന്റെ വീട്ടിൽ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടുത്ത് കളയണം. ഇസ്ലാം പറയുന്നില്ല നീ പറയുന്നത് അനുസരിക്കാത്ത ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഒരു ദീനും പറയുന്നില്ല. നീ പറയുന്നത് കാണണ്ടെന്ന് പറഞ്ഞാൽ കാണും. 5 നയാ പൈസ നീ ചെലവിന് കൊടുക്കണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവ് പറയുന്നത് അനുസരിക്കാത്ത ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയെ തല്ലണോന്ന് ഞാൻ പറയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തല്ലാൻ പാടില്ല. റസൂലുള്ളാഹി തല്ലിയിട്ടുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ ചില സമയത്ത് പെണ്ണുങ്ങൾ താതാന്ന് പറഞ്ഞ് പുറകെ നടക്കും. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഭാര്യ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് ദേഷ്യമുണ്ടായ ആണുങ്ങൾ മിണ്ടാതിരിക്കല ഏറ്റവും നല്ലത്. ഭർത്താക്കന്മാര് മിണ്ടരുത്, സംസാരിക്കാതിരിക്കുക. കാരണം എന്തേ? നീ എന്തെങ്കിലും സംസാരിച്ച അവൾ അതിന് മറുപടി പറയും. നീ അതിന് മറുപടി പറയുമ്പോൾ അവള് വീണ്ടും പറയും തറതല. അവസാനം പറഞ്ഞു പിന്നെ പറച്ചിലൊന്നുമില്ല, പെടലിക്കൊന്ന് കൊടുക്കും. കൊണ്ട മേടിച്ചോണ്ട് എങ്ങും പോയിരിക്കില്ല. പിന്നെയും താതാന്ന് പറഞ്ഞ് പുറകെ നടക്കും. നമ്മൾ പിന്നെ വാരിക്കോരി അങ്ങോട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവള് പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പോകും. അവസാനം നിനക്കെതിരെ കേസ് കൊടുക്കും. നീ അകത്ത് പോയി ഉണ്ട തിന്നേണ്ടി വരും. അള്ളാഹു കാക്കമാറാകട്ടെ. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? മിണ്ടാതിരിക്കുക. ഏറ്റവും നല്ലതെന്താ? ഭാര്യയ്ക്ക് ദേഷ്യമുണ്ടെന്നറിഞ്ഞാൽ ഭർത്താവ് മിണ്ടാതിരിക്കുക. പെങ്ങന്മാരോട് പറയാനുള്ളത്, നിന്റെ മച്ചായിക്ക് ദേഷ്യമാണെന്നറിഞ്ഞാൽ നീ ശരീരത്തിന് നല്ലത് ഒളിച്ചിരിക്കല, എവിടെയെങ്കിലും കയറി. ഭർത്താവിന് ദേഷ്യമാണെന്നറിഞ്ഞാൽ അൽഹംദുലില്ലാ മിണ്ടാതെ അടുക്കളയിൽ എവിടെങ്കിലും പോയി മിണ്ടാതിരുന്നോണം. അത് തന്നെ നല്ലത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞു. പക്ഷേ 5 സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ലാമെന്നും ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5 സമയങ്ങളിൽ പറ പെണ്ണുങ്ങളെ തല്ലാം. കേൾക്കണോ? 5 സമയം കേൾക്കണോ? താല്പര്യമുള്ളവരുന്ന് കൈവക്കിക്കേ. ഇന്നത്തോടുകൂടി തീരുമാനമായി. കുടുംബം കലക്കാൻ വന്നതേ യോജിപ്പിക്കാൻ വന്നേ.
പക്ഷെ പഠിക്കണമല്ലോ, ഇൽമല്ലേ. സഹോദരിമാര് പഠിക്കണം. ഇത് നിങ്ങൾക്കല്ല, പെണ്ണുങ്ങൾക്കുള്ളതാ. എന്റെ സഹോദരിമാർക്ക് പറഞ്ഞു തരുന്നതാ. എന്തിനാണെന്നറിയാവോ? സൂക്ഷിക്കാൻ. ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി സമ്മതിക്കാത്ത ഭാര്യ. കിടപ്പറയിൽ അവള് രോഗിയല്ല, ആരോഗ്യമുണ്ട്, അവൾക്ക് ഒരു രോഗവുമില്ല, അവള് നല്ല നിലയിൽ നിൽക്കാ. പക്ഷെ പാവപ്പെട്ടവൻ ഗൾഫിൽ നിന്ന് വന്ന ഒരു 2 കൊല്ലം കഴിഞ്ഞാ വന്നേ, ഇവള് പിണങ്ങി നടക്കാ. പാവപ്പെട്ടവൻ 3 4 ഇങ്ങനെ നടക്കാ, സഹകരിക്കുന്നില്ല. കിടപ്പറയിൽ തന്റെ ഭർത്താവിനോട് സഹകരിക്കാത്ത ഭാര്യ അവളെ തല്ലാമെന്ന അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ തല്ലണോന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പൊ 1 കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ. 2 ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്നവള്. പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, പിന്നെ പോയാ പിന്നെ നിനക്ക് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ, അവൾക്ക് തല്ലു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാ. 3 ഇങ്ങോട്ട് നോക്ക്. 3ാമത്തെ കാര്യം, നിസ്കരിക്കൂല, നല്ല ഉറക്കാ. സുബൈക്ക് ബാങ്ക് വിളിച്ചു, ഭർത്താവ് എഴുന്നേറ്റ്, പെണ്ണെ ആയിഷ എഴുന്നേറ്റ് നിസ്കരിക്കടി. ഈ മനുഷ്യൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ 6:30 6:45 ഓൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഒന്നും നോക്കണ്ട, ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അൽഹംദുലില്ലാഹ് ഒഴിച്ചോ. നിസ്കരിക്കാതെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യ, അവളെ തല്ലാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 4 രണ്ടുപേരും കൂടെ രാത്രി ശാരീരികമായി ബന്ധപ്പെട്ടു. ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, പള്ളിയിൽ പോയി നിസ്കരിച്ചു, തിരിച്ചു വന്നപ്പോൾ ഇവൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. വിളിച്ചു. അല്ലാഹു ചാടി എഴുന്നേറ്റ്, പടച്ചനിക്ക ചായ, ഓടിപ്പോ അടുക്കളയിൽ പോയി ചായ ഇട്ട് തന്നു. ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ പറഞ്ഞു, സ്കൂളിൽ പോകാൻ സമയമായി, മക്കൾക്ക് നാസ്ത ഉണ്ടാക്കാൻ കയറി. മക്കളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് കാപ്പി ഉണ്ടാക്കാൻ കയറി. കാപ്പി കുടിച്ചു, 10 മണിയായി, അടുത്ത മീൻ വെട്ടാൻ ഇറങ്ങി, പച്ചക്കറി റെഡിയാക്കാം, ഉച്ചയ്ക്ക് ഫുഡ്. 1 2 കുളിക്കുന്നില്ല. ഒരു ദിവസമല്ല, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ. വലിയ അശുദ്ധി ഉണ്ടായിട്ട് കുളിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഭാര്യ, അവളെ തല്ലാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 5 കേട്ടോ പൊട്ടന്മാര്, ചില ഭർത്താക്കന്മാര് കേൾക്കണം. 5ാമത്തെ കാര്യം എന്തെന്നറിയോ? 5ാമത്തെ കാര്യം, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യയെ തല്ലാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പർ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവൾക്ക് സ്വർണം വാങ്ങിക്കൊടുക്കും, ചോദിക്കുന്ന എല്ലാ വസ്ത്രവും നീ വാങ്ങിക്കൊടുക്കും. ഇന്ന് വരെ നീ കണ്ടിട്ടുണ്ടോ ഇതുവല്ലോ? ഇന്ന് വരെ നീ ഇതുവെല്ലാം കണ്ടിട്ടുണ്ടോ? നിന്റെ ഭാര്യ വരുന്നത് കൂറ മാക്സി ഇട്ടുകൊണ്ട് വരും, അടുക്കളയിൽ നിന്ന് നേരെ കയറിയിട്ട്. നീ എന്ത് സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ചുരിദാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ നിന്റെ ഭാര്യ. നീ എന്തിനാ ഇത് വാങ്ങിക്കൊടുത്തേ? എന്തിനാ ഇത് വാങ്ങിക്കൊടുത്തേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ കിടപ്പറയിൽ വരുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല, സുറുമ ഇടാതെ വരുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. കല്യാണത്തിന്റെ അന്നെങ്ങാണ്ട് നിന്റെ ഭാര്യ സുറുമയിട്ടതാ നീ കണ്ടിട്ടത്? ഭാര്യ മൈലാഞ്ചി ഇട്ടുകൊണ്ട് വന്നത് അന്നാ, പിന്നിന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ. എടാ, നീ നിന്റെ ഭാര്യയോട് പറയണം, 50 60 അലമാരിക്കകത്ത് നിറച്ചു വെക്കാനുള്ളതല്ല, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് ഇട്ടോണ്ട് വാടി കാണട്ടെ. ഒരു ചുരിദാർ ആദ്യം കാണേണ്ടത് ഞാനാ, നീ ഇട്ടോണ്ട് വാ. സാരി നീ ഉടുത്തോണ്ട് വാ. അത് ആദ്യം നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, അവളെ തല്ലാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ തല്ലണം? പട്ടിയെ തല്ലണം പോലെ തല്ലരുത്. മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ തല്ലു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ സൂക്ഷിക്കുക. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കിട്ടാക്കനിയായി പോകും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് അങ്ങ് പോയത്? എന്തോ പറഞ്ഞപ്പോൾ പോയതാ. എന്താ പറഞ്ഞോണ്ടിരുന്നേ? അപ്പൊ ഖബർ, മണിയറ അവിടെ തന്നെ. മണിയറ ഇവിടെയല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. ആർക്കെങ്കിലും മണ്ണറ മണിയറയാക്കാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും കുത്തിത്തെരുവ് പള്ളിയുടെ കബർസാരിലേക്ക് 3 കഷ്ടം വെള്ളത്തുടി? അല്ലാഹുവേ, അതിന് കരയില്ല, മോഡലില്ല. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത 3 കഷ്ടം വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് പച്ചമണ്ണിലേക്ക് നിന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ ആ മണ്ണറ മണിയറയാക്കടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു സൂറത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ 30 ആയത്തുള്ള ഒരു ചെറിയ സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാ അവന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏത് സൂറത്താണെന്നറിയുമോ ചെറുപ്പക്കാരാ? നിന്റെ മണ്ണറ മണിയറയാക്കാ, നിന്റെ 6 അടി മണ്ണ സ്വർഗമാക്കാ. സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കാലിന്റെ ഭാഗത്ത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറക്കുകയാ. എന്തിനാടാ പൊന്നുമോരെ? ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകൾ പോലും നിന്നോട് പറയുന്നതെന്തെന്നറിയുമോ? ലംഘനവുമത്തില്ലാറോ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് കിടന്നുറങ്ങടാ എന്ന് മലക്കുകൾ പറയുന്നത് കേൾക്കടോ ചെറുപ്പക്കാരാ. ഓതണ്ട സൂറത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് ഉണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് ഉണ്ടല്ലോ, സൂറത്തുൽ മുൽക്ക് ഉണ്ടല്ലോ. തബാറകല്ലദീ എന്ന് പറയുന്ന തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ. ഈ സൂറത്ത് ഏതെങ്കിലും മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാ അവന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഓതണ്ടത് എപ്പോഴാണെന്നറിയുവോ വാപ്പാ? ഓതണ്ടത് എപ്പോഴാണെന്നറിയുവോ പെങ്ങളെ? മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ, അല്ലാഹുവേ ഏറ്റവും പുണ്യമായ സമയമുണ്ടല്ലോ, ദുആയിക്ക് ഇജാബത്തുള്ള സമയമുണ്ടല്ലോ, പഠിച്ചാ മനസ്സിലാകുന്ന സമയമുണ്ടല്ലോ. മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ആ സമയത്താണ് മണ്ണറ മണിയറയാക്കാറുള്ള സൂറത്ത് ഓതേണ്ടതെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ആ സമയത്താണ് എന്റെ ഉമ്മ ഇരുന്ന് കരയുന്നത്, എന്റെ പെങ്ങളിരുന്ന് കരയുന്നത്. മരണത്തെ കുറിച്ചോർത്തല്ല, ഖബറിനെ കുറിച്ചോർത്തല്ല, മാരക രോഗങ്ങളെ കുറിച്ചോർത്തല്ല, മഹ്ശറയെ കുറിച്ചല്ല, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ചോർത്തല്ല. പിന്നെ മുടിയെല്ലാം നരച്ചുപോയ ഒരുപാട് രോഗങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന അതാ മരണത്തിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പടച്ചവരെ കണ്ണിലൂടെ കണ്ടിറങ്ങുന്നതാ നിറഞ്ഞു വീഴുകയാണ്. എപ്പോഴെന്നറിയുവോ? എന്ത് കണ്ടിട്ടെന്നറിയോ? സീരിയല് കണ്ടിട്ട് എന്റെ ഉമ്മമാരിരുന്ന് കരയുന്ന സമയമാ. അല്ലാ, എങ്ങനെ കഴിയുന്ന ഉമ്മ? പണത്തിന് വേണ്ടി കരയുന്നവര് പെണ്ണിന്റെ കണ്ണുനീര് കണ്ടിട്ട് എന്റെ ഉമ്മമാരിരുന്ന് കരയുമ്പോ എന്റെ ഉമ്മമാരെ ഇവരൊക്കെ ഇത് കണ്ടിട്ട് കരയുന്ന പെങ്ങന്മാരോട് ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മഹതിമാരുണ്ടായിരുന്നു. അവര് സീരിയല് കണ്ടിട്ട് കരഞ്ഞവരല്ലോ, അവര് സിനിമ കണ്ടിട്ട് കരഞ്ഞവരല്ല, അവര് നോവല് വായിച്ചിട്ട് കരഞ്ഞവരല്ല. അവര് കരഞ്ഞത് എന്തിനെന്നറിയുവോ? മഹദി നഫീസത്തുൽ ബസരിയ, നഫീസത്തുൽ ബസരിയ റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ സ്വന്തം കൈകൊണ്ട് ഖബർ കുടിച്ചിട്ട്, സ്വന്തം കൈകൊണ്ട് ഖബർ കുടിച്ചു. ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് 4000 പ്രാവശ്യം ഖത്തമോദിയവളാണ് ഒരു ഫീസ. സ്വന്തം കൈകൊണ്ട് ഖബർ കുടിച്ച് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയ മഹദിയാണ് നഫീസത്തുൽ ബസരിയ. ആ നഫീസത്തുൽ ബസരിയ റളിയല്ലാഹു തആല അൻഹ ആ ഖബറിന്റെ അകത്തിരുന്നു കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയത് ഒരായത്താ. ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നഫീസ ബോധം കെട്ട് വീഴുമായിരുന്നു. കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കാരണം ഖബർ പോലും നനഞ്ഞുപോയി പെങ്ങള്, ഖബറിലെ മണ്ണ് പോലും നനഞ്ഞുപോയി പെങ്ങള്. ഏതായത്തെന്നറിയുവോ? ഇന്നലെ ദൈനാ അനുകാലം വജഹീമാ. ഈ ആയത്തോതിക്കഴിഞ്ഞ നഫീസത്തുൽ ബസരിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് വീഴുമായിരുന്നു. വായിച്ചു നോക്കണം പെങ്ങളെ.
അതുപോലെ മഹദിയായ മൈമൂനത്തുൽ മിസ്രിയ. ആരാണ് മൈമൂന? ആരോ അല്ലാഹുവേ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ മൈമൂന, നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചകറച്ചികളുള്ള നിന്നെക്കാളും സുന്ദരിയായ മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പെങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, തന്നെ കാണാമെന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. പഠിക്കണം പൊന്നുമോള്, അവരെയാണ് നിന്റെ ഹൃദയത്തിന്റെ കത്ത് രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കേണ്ടത്. അവരെയാണ് നീ മോഡലാക്കേണ്ടത്. മൈമൂനത്തുൽ മിസ്രിയാനെ കാണാമെന്ന റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് തന്റെ പെണ്ണ് കാണാമെന്നവനാണ്. ആ ചെറുപ്പക്കാരനോട് പറയുന്ന റബിയ, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ? എനിക്കൊരു മോഹമുണ്ട്, സാധിച്ചു തരുവോ? എന്തേ മൈമൂന? നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുവോ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുവോ? അല്ലാഹുവേ, പുതുമണവാട്ടിയുടെ ആഗ്രഹമാണല്ലോ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ പുതുമണവാട്ടിക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. സൂറത്തുൽ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറദ്ദിൽ ഖുർആന തർതീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാണ്. മൈമൂന ലയിച്ചിരിക്കുകയാ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാ. അവസാനം ഓതിയോതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഓതേണ്ട താമസമുണ്ടല്ലോ. രണ്ടുപേരും പിടഞ്ഞു വീഴുകയാണ്. രണ്ടുപേരും പിടഞ്ഞു വീഴുകയാ. രണ്ടുപേരുടെയും കൈകാല് വിറയ്ക്കുകയാ, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവേ, മൈമൂന പറയുന്നു റബിയ, ഒരിക്കൽ കൂടെ ഓതു റബിയ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന, എന്റെ നാവ് പൊങ്ങൂല, ആയത്തോതാൻ എന്നെ കൊണ്ട് കഴിയൂല. മൈമൂന എന്ന സുന്ദരിയായ പെണ്ണ് പറയുന്നു, റബിയ, സ്വർഗത്തിലെ ഭാര്യയാണ് റബിയ, ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യ, എനിക്ക് വേണ്ടി ഖുർആനിലെ ഒരു ആയത്തോതുവോ? റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ, മരണത്തിന്റെ വക്കിലെ രോഗങ്ങളുമായി കഴിഞ്ഞിട്ട് പോലും ജീവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഹൃദയത്തിൽ ഇറങ്ങട്ടെ. ആ സുന്ദരിയായ പെണ്ണ് കാണാമെന്ന് ചെറുപ്പക്കാരനോട് യാചിക്കുകയാ. ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യയാണ്, ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യയാണ്, ഒരിക്കൽ കൂടെ ആയത്തൊന്ന് ഓതു റബിയ. പടച്ചവരെ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇന്നലെ ദൈനാ അനുകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. പിന്നെ എഴുന്നേറ്റില്ല പെങ്ങന്മാരെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിക്കഴിഞ്ഞപ്പോ പിന്നെ മൈമൂന എഴുന്നേറ്റില്ല. വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിക്കടാ പൊന്നുപോരെ. ഒരുപാട് കാലം ജീവിക്കണമെന്നില്ല, ഒരുപാട് കാലം ജീവിക്കണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മഹാനായ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ 30-ാമത്തെ വയസ്സിലാടാ മുസ്ലിമായത്. 36-ാമത്തെ വയസ്സിൽ വഫാത്തായി പോരെ. 6 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. നിന്നെ പോലെ 30-ഉം 40-ഉം 50-ഉം കൊല്ലം ജീവിച്ചില്ല. 6 കൊല്ലമാ മുസ്ലിമായി ജീവിച്ചത്. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ പോരേ. അതാണ് ആ ജീവിതമെന്ന് പറഞ്ഞോ. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ. അല്ലാഹുവേ, മണൽത്തരികൾ പോലെ, വൃക്ഷങ്ങൾ പോലെ കടന്നുപോയി ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ചുമന്നു കൊണ്ടുപോയ മലക്കുകൾ, ചുമന്നു കൊണ്ടുപോയ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്,
മയ്യത്തിന് ഭാരമില്ല നബിയേ. റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോകുമ്പോ പ്രവാചകൻ പറഞ്ഞു, സഹാബ, ചുമക്കുന്നത് മലക്കുകളാണ്. സഹാബ, മലക്കുകളാണ് മയ്യത്ത് ചുമന്നത്. റസൂലുള്ള തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാ. എന്തേ നബിയേ? സ്ഥലമില്ല സഹാബ, സ്ഥലമില്ല സഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. സഹാബ, എനിക്ക് നടക്കാ സ്ഥലമില്ല സഹാബ. എന്തിനാടാ അല്ല കൊടുത്തത്? ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം ഖുർആനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. മോനെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇന്നും മദീനയിലെ ജന്നത്തുൽ ബഖീൽ പോകുമ്പോൾ കാണാവടാ, ജന്നത്തുൽ ബഖീയുടെ മധ്യസ്ഥാനത്ത് നെഞ്ചു വിരിച്ച് കിടക്കുന്ന ഉസ്മാൻ തങ്ങളെ. വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുന്നത്. ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ മുന്നിൽ നിന്ന് തടയുകയാണ്. അവര് കൈവെട്ടി മുറിച്ചു, കാല് വെട്ടി മുറിച്ചു. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ മുടിയിൽ പിടിച്ച് വലിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ശത്രുക്കൾ മുഴുവനും തന്റെ ചുറ്റുഭാഗത്ത് കൂടി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്പക്കാരാ. എടാ വിട്ടില്ലടാ പൊന്നുമാരെ, കടാര കുത്തിയിറക്കിയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഉസ്മാൻ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഖുർആൻ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചടാ. മരണത്തോട് മല്ലടിക്കുമ്പോഴും ഖുർആൻ താഴെ വെച്ചില്ല. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലൂടെ രക്തമിങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുകളിൽ വീഴുകയാ. ഓതിക്കൊണ്ടിരുന്ന ഖുർആനിന്റെ മുകളിലേക്ക് ഉസ്മാൻ തങ്ങളുടെ ചൂട് രക്തമിങ്ങനെ വീഴുകയാണ്. ഉസ്മാൻ തങ്ങൾ നോക്കി, എവിടെയാണ് തന്റെ രക്തം വീണത്? ഏതായത്തിന്റെ മുകളിലാണ് വീണത്? ചെറുപ്പക്കാരാ, നെഞ്ചത്തോട് ചേർത്ത് പിടിക്കടാ പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, പ്രായം കുറെ ആയില്ലേ വാപ്പ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്തേ മനസ്സിലാക്കാത്തത്? എന്തേ നന്നാകാത്തത്? 40 കഴിഞ്ഞ ഇരട്ടിയല്ലേ ശിക്ഷ? 40 വയസ്സ് കഴിഞ്ഞ ഇരട്ടിയല്ലേ ശിക്ഷ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനായ ദാരിസ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. കടന്നു ചെന്നു. കൂട്ടുകാരൻ മരണത്തിന്റെ വേളയിൽ കിടന്ന് കരയുകയാണ്. അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? മരണത്തെ പേടിച്ചിട്ടാണോ? മരണത്തെ പേടിച്ചിട്ടാണോ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ കൂട്ടുകാരാ? ഞാൻ മരിച്ചു കഴിഞ്ഞ ഈ കാണുന്ന പായന്റെ കബറിന്റെ അകത്ത് വെക്കടേ. കൂട്ടുകാരനോട് പറയുകയാ, മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ അല്ലാഹു തആല തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞ ഈ കീറിപ്പറഞ്ഞ പായന്റെ കബറിന്റെ അകത്ത് വെക്കടേ. എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, കൂട്ടുകാരാ, ഈ പായിക്കകത്തിരുന്നാ ഞാൻ നിസ്കരിച്ചത്. ഈ പായിക്കകത്തിരുന്നാണ് ഞാൻ ഇത്രയും കാലം നിസ്കരിച്ചത്. ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? നാളെ മുതൽ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നാളെ മുതൽ എനിക്കിനി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ആനന്ദം എനിക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഈ പായിക്കകത്താണ് നിസ്കരിച്ചത്. അതുകൊണ്ട് എന്റെ കബറിന്റെ അകത്ത് ഈ പാവക്കടേ. എന്നിട്ട് കൂട്ടുകാരനോട് പറയുകയാണ്, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുകൂടി വേണമെന്ന കഫൻ പൊതിയാ. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുകൂടി വേണമെന്ന കഫൻ പൊതിയാ. കാരണം എന്തെന്നറിയുവോ എന്റെ ഉപ്പമാരേ?
അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? 8000 പ്രാവശ്യം അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയപ്പോ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രമാ 114 സൂറത്തുകള് 8000 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഓതിയത് ഈ വസ്ത്രവും ധരിച്ചിട്ടാണ്. എന്റെ കണ്ണുനീര് വീണ വസ്ത്രമോ, എന്റെ കണ്ണീര് വീണ വസ്ത്രമോ. അതുകൊണ്ട് എന്റെ കഫം പൊതിയുമ്പോ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുകൂടി വേണം എന്നെ കഫം പൊതിയാ. മാനവர்கள் അവസാനമായി പറഞ്ഞതെന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാ ഈ വീടിന്റെ അകത്ത് ആ സഞ്ചിക്കത്തിരിക്കുന്ന ഗോതമ്പുണ്ടല്ലോ, ആ സഞ്ചിക്കകത്തിരിക്കുന്ന ഗോതമ്പുണ്ടല്ലോ, അതേതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കട്, അതേതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കട്. കാരണം എന്റെതെന്ന് പറയാൻ അതല്ലാതെ ഈ ദുനിയാവിലൊന്നുമില്ല. അതും കൂടെ സദഖ കൊടുക്കട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഞാനും നിങ്ങളും നമസ്കാരം കഴിഞ്ഞിട്ട് അവസാനം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ പറഞ്ഞിട്ട് പിന്നെ പറയുമല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ. ഇങ്ങനെ കൈകൊണ്ട് 10 പ്രാവശ്യം എണ്ണുമല്ലോ. മാനവറുകളെ കേറിക്കിടന്നു, മാനവറുകളെ കേറിക്കിടന്നു. ഇങ്ങനെ എണ്ണിയടാ ചെറുപ്പക്കാരാ വാപ്പമാരേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അതാ കൈകൊണ്ടിങ്ങനെ എണ്ണം പിടിക്കുകയാണ്. അവസാനം 10ാമത്തെ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് കണ്ണടിച്ചു വാപ്പാ. അവിടത്തെ കണ്ണങ്ങടഞ്ഞു പോയി. മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കൊതി തോന്നാറില്ലേ? പലരുടെയും ജനാസ കാണുമ്പോ കൊതി തോന്നാറില്ലേ? പടച്ചവനെ സമസ്ത എന്ന പടവൃക്ഷത്തിന്റെ പണ്ഡിതന്മാർ കൊതി തോന്നിയിട്ടുണ്ട് ചെറുപ്പക്കാരോ. അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോ ശംസുലുലമയെ കുറിച്ച്, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച്, ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച്, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് അല്ലാഹുവേ പറയുമ്പോ 1000 നാവാ പൊന്നുപോരെ. എന്തൊരു മരണമായിരുന്നടാ ചെറുപ്പക്കാരാ. എത്ര പ്രാവശ്യമാ മയ്യത്ത് നിസ്കരിച്ചത്? നിസ്കാരം അല്ലാഹുവേ ഇനി നിസ്കരിക്കുന്നില്ല. ജനാസ കബറടക്കണമെന്ന് പറയുമ്പോ അല്ലാ പോകുന്ന സമയത്ത് അവസാന സുബഹിയുടെ ഭാഗിന്റെ ജവാബ് പറഞ്ഞു 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ അതിന്റെ ജവാബ് പറഞ്ഞിട്ട് കണ്ണടച്ച മഹാര പറക്കാൻ കഴിയോ? പടച്ചവരേ, ജീവിച്ചിരുന്ന കാലത്ത് കബറ് കുടിച്ചിട്ട് കോയക്കുട്ടി ഉസ്താദിനെ മറക്കാൻ കഴിയോ? അല്ലാഹുവേ, പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന ചെറുശ്ശേരി ഉസ്താദിനെ മറക്കാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പോകുമ്പോ കൊതിപ്പിച്ചിട്ട് പോടപടാ പൊന്നുമോരെ. കാണാ വരുന്നവര് കൊതിക്കണമടാ. നിന്റെ മയ്യത്ത് കാണുന്ന ഓരോ മനുഷ്യരും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണം. 40 പേര് പറയുന്ന 40 പേര് നല്ലത് പറയുന്നവരും മരണം കിട്ടാ ശ്രമിക്കു ചെറുപ്പക്കാരാ. എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവില, ഉമ്മ മരിച്ചത് റമളാൻ മാസത്തിലാ എന്ന് നെളിഞ്ഞുകൊണ്ട് പറഞ്ഞു നടന്നിട്ട് നിനക്കൊന്നും കിട്ടാറില്ല. നിന്റെ ഉപ്പ വെള്ളിയാഴ്ച രാവി മരിച്ച മനുഷ്യർ സ്വർഗമുണ്ട്, നിനക്കൊന്നും കിട്ടാറില്ലോ. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കില് നീയും ആ വാപ്പയുടെ മകനാകണം. വാപ്പ പോയതിനേക്കാളും നല്ലതുപോലെ, വാപ്പ പോയതിനേക്കാളും നല്ലതുപോലെ വെള്ളിയാഴ്ച രാവിലെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരെ മുഴുവനും കേൾക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് കിടക്കണം ചെറുപ്പക്കാരാ. കാണാ വരുന്നവര് പറയണത് അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ? അവൻ ഉറങ്ങുകയാ, അവൻ ഉറങ്ങുകയോ. ജീവിച്ചിരുന്ന കാലം മുഴുവനും നിന്നെ കുറ്റം പറഞ്ഞവന് പറയണം മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അല്ലാഹുവേ, അങ്ങനെയുള്ള മരണം തരണമല്ലോ, അങ്ങനെയുള്ള ഒരു മരണം തരണമല്ലോ.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നീ മരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം നേടോ. നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരണോ. നിന്റെ ദാഹം മാറണോ. അതിനുള്ള വഴി പറഞ്ഞിട്ട് നമുക്ക് പിരിയാ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്തിനാ പാവങ്ങൾക്ക് വേണ്ടിയാ. എഴുന്നേറ്റോടണമെങ്കിൽ ഓടാ, കൈകെട്ടിയിരിക്കണമെങ്കിൽ കൈകെട്ടിയിരിക്ക്, ഇല്ലെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ടോ. പ്രതിഫലമെന്തേ വാബുശിറൂ ബിൽ ജന്നാ. മരിക്കുന്ന സമയത്ത് കാണാമോരേ ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലമുണ്ടല്ലോ. ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം നീ കണ്ടട്ടെ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.